എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ, തിരുമുക്ക്, ഇത്തിക്കര, മൈലക്കാട് എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. പാരിപ്പള്ളി, കല്ലുവാതുക്കൽ, ശീമാട്ടി എന്നീ ഭാഗങ്ങളിലെ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ചാത്തന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ആരംഭിച്ചതിനാൽ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബുകളും ആറിവാൾ ബ്ലോക്കുകളുമൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ ക്ലീനിങ് വർക്കാണ് നടക്കുന്നത്. സർവീസ് റോഡ് വഴി മുന്നോട്ട് പോയി ഊറാംവിള അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചകൾ കാണാം. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കിയതാണ്. ഇവിടെ നിന്നും ഇടത് സൈഡിലേക്ക് കാണുന്ന റോഡാണ് ചാത്തന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചയാണ്. ഇവിടെ ഏകദേശം 1 കിലോമീറ്ററോളം ഭാഗത്ത് ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തതായി കാണാം. രണ്ട് സൈഡിലെയും റോഡിൽ ലൈൻ മാർക്കിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 വരികളാണ്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണിത്. ഇനി ഇവിടെ നിന്നും തിരിച്ച് ചാത്തന്നൂർ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ കാണാം. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബുകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചാത്തന്നൂർ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇനി കുറച്ചുകൂടി ദൂരത്തേക്ക് വർക്ക് പുരോഗമിക്കാനുണ്ട്. ഇനി ഇവിടെ നിന്നും തിരിച്ച് ചാത്തന്നൂർ ജംഗ്ഷനിലേക്ക് പോകാം. ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗവുമായി കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വർക്കും തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്ക് അപ്ഡേറ്റുകൾ കാണാം.
ഇവിടെ റൈറ്റ് സൈഡിൽ മണ്ണ് പൂർണ്ണമായും നിരത്തി അതിന് മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇനി ഇടത് സൈഡിലായി കൂടുതൽ മണ്ണ് കൊണ്ടിടേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് തിരുമുക്കിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അടുത്തേക്കാണ്. പല വീഡിയോകളിലും ചൂണ്ടിക്കാട്ടിയതുപോലെ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന തിരുമുക്കിലെ അടിപ്പാത പൂർണ്ണമായി പൊളിച്ചു മാറ്റിയോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പുതുതായി വലിയൊരു അണ്ടർപാസ് നിർമ്മിക്കുകയോ വേണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. നിരവധി ജനകീയ കൂട്ടായ്മകൾ ഒന്നു ചേർന്ന് ഇപ്പോൾ അടിപ്പാതയ്ക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. ഉടൻ തന്നെ ആ ഭാഗത്ത് ഒരു അടിപ്പാത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അടിപ്പാതയോട് ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ അടിപ്പാതയുടെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ തിരുമുക്ക് അടിപ്പാതയുടെ വടക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ഇതുവരെയുള്ള വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും തിരിച്ച് ഇത്തിക്കര പാലത്തിനടുത്തേക്കാണ് പോകുന്നത്. ഇത്തിക്കര പാലത്തിൽ എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ആ കുന്നിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ച് ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് റീടൈനും വാളുകൾ നിർമ്മിക്കുന്ന വർക്കാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ കുന്നിലേക്കുള്ള സർവീസ് റോഡിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത്തിക്കര പാലത്തിനടുത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്ലാന്റാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്.
അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇവിടെ വർക്ക് പുരോഗമിക്കാൻ സാധ്യത. ഇവിടെ നിന്നും തിരിച്ച് ഇത്തിക്കര പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. ഇത്തിക്കരയിൽ നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. 6 വരികളാണ് പാലത്തിലുള്ളത്. പുതുതായി സർവീസ് റോഡുകളില്ല. പാലത്തിൻ്റെ 2 സൈഡിലും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയും ക്രമീകരിച്ചിട്ടുണ്ട്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് വലത് സൈഡിലെ സർവീസ് റോഡായി ഉപയോഗിക്കുന്നതായിരിക്കും. ഇത്തിക്കര പാലം കഴിഞ്ഞ് വടക്ക് സൈഡിൽ മെയിൻ റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്തിക്കര പാലത്തിൻ്റെ ഇടത് സൈഡിൽ സർവീസ് റോഡുകൾ ഇല്ലാത്തതിനാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് മറു സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ്. അവർക്കായി ഒരു അടിപ്പാത വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നിരാഹാര സത്യാഗ്രഹവും തുടങ്ങിയിട്ടുണ്ട്. ഇത്തിക്കരയിൽ നിന്ന് നേരെ പോകുന്നത് മൈലക്കാടിലേക്കാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് മൈലക്കാടേക്ക് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 റോഡിൻ്റെയും ഫസ്റ്റ് ലെയർ ടാറിങ്ങാണ് കഴിഞ്ഞിരിക്കുന്നത്. മൈലക്കാട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആറിവാൾ ബ്ലോക്കുകൾ ഉയർത്തി മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. കൊട്ടിയം, ഉമയനല്ലൂർ, മേവറം, കൊല്ലം ബൈപ്പാസ് എന്നീ ഭാഗങ്ങളിലെ അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.